उनमें से 25 भारतीय थे। പഹൽഗാമിൽ കൊല്ലപ്പെട്ടത് 25 ഇന്ത്യക്കാരെന്ന് പ്രിയങ്ക ഗാന്ധി. 25 ഹിന്ദുക്കളെന്ന് BJP എംപിമാരുടെ തിരുത്ത്. അവർ 25 പേരും ഇന്ത്യക്കാർ തന്നെയായിരുന്നുവെന്ന് ആവർത്തിച്ച് പ്രിയങ്ക ഗാന്ധി. പഹൽഗാം ആക്രമണം, ഓപ്പറേഷൻ സിന്ദൂർ വിഷയങ്ങളിൽ പാർലമെന്റിൽ നിന്ന് നടന്ന ചർച്ചയിൽ ശ്രദ്ധേയമായത് വയനാട് MP പ്രിയങ്ക ഗാന്ധിയുടെ 28 മിനിറ്റോളം നീണ്ട പ്രസംഗമാണ്. വൈകാരികവും അതേസമയം പ്രസക്തവുമായ ചോദ്യങ്ങളുമായി പ്രിയങ്ക പാർലമെന്റിൽ നിറഞ്ഞു നിന്നു. കേന്ദ്ര സർക്കാരിന് വേണ്ടി സംസാരിച്ച അമിത്ഷായോട് ശക്തമായ ചോദ്യങ്ങളും കുറിക്കുകൊള്ളുന്ന മറുപടികളുമായി അവർ ചർച്ചയ്ക്ക് തീപിടിപ്പിച്ചു. ഇന്ത്യൻ സൈനികർക്ക് ആദരമർപ്പിച്ചാണ് പ്രിയങ്ക തുടങ്ങിയത്. मैं उन सैनिकों, उन जवानों, उन अफसरों को नमन करना चाहती हूँ जो हमारे देश के रेगिस्तानों में, हमारे देश के घने जंगलों में, बर्फीले पहाड़ियों पे हमारी देश की रक्षा करते हैं. പിന്നീട് പഹൽഗാം ആക്രമണം കേന്ദ്രത്തിന്റെ കനത്ത സുരക്ഷാ വീഴ്ചയാണെന്നത് ചൂണ്ടിക്കാട്ടി കടന്നാക്രമിച്ചു. ആ ടൂറിസ്റ്റുകൾ ഈ സർക്കാരിനെ വിശ്വസിച്ച് അവിടെ എത്തിയപ്പോൾ കേന്ദ്രം അവരുടെ സുരക്ഷ ദൈവത്തിന് വിട്ട് കൈമലർത്തിയെന്ന് പ്രിയങ്ക പറഞ്ഞു. ये लोग वहां पे इस सरकार के भरोसे गए और इस सरकार ने उन्हें भगवान भरोसे छोड़ दिया. നിങ്ങൾ ഇതിഹാസങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഞങ്ങൾ വർത്തമാനകാലത്തെ മനുഷ്യർക്ക് വേണ്ടിയാണ് സംസാരിക്കുന്നതെന്ന് പ്രിയങ്ക തുറന്നടിച്ചു. देखिए, इतिहास की बात आप करिए, मैं वर्तमान की बात करना चाहती हूँ. आपको तो एक बहाना चाहिए. पूरे परिवार का नाम गिनवा देते हैं. अरे अपनी जिम्मेदारी खुद लीजिए. 11 सालों के लिए तो सत्ता में आप हैं. തന്റെ പിതാവിനെ തീവ്രവാദികൾ കൊലപ്പെടുത്തുമ്പോൾ അമ്മയുടെ കണ്ണീര് കണ്ടതാണെന്നും പഹൽഗാമിൽ കൊല്ലപ്പെട്ട ഓരോ കുടുംബത്തിന്റെയും വേദന തനിക്ക് മനസ്സിലാക്കാനാകുമെന്നും അമിത്ഷായ്ക്ക് മറുപടിയായി പ്രിയങ്ക ഗാന്ധി പറഞ്ഞു. मेरी माँ की आंसू की बात किए, मैं इसका जवाब देना चाहती हूँ. मेरी माँ के आंसू तब गिरे जब उनके पति को आतंकवादियों ने शहीद किया. जब वे मात्र 44 साल की थी. और आज अगर मैं इस सदन में खड़ी हूँ और उन 26 लोगों की बात कर रही हूँ, मैं इसलिए कर रही हूँ क्योंकि मैं उनका दर्द जानती हूँ, महसूस करती हूँ. പഹൽഗാം ആക്രമണത്തിലെ സുരക്ഷാ വീഴ്ചയുടെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ പോലും തയ്യാറാകാത്ത സർക്കാരാണിതെന്നും മുംബൈ ഭീകരാക്രമണം നടന്ന സമയത്ത് मनमोहन सरकार എന്താണ് ചെയ്തതെന്നും ഓർമ്മിപ്പിച്ചായിരുന്നു പ്രിയങ്കയുടെ പ്രസംഗം. कल सत्ता पक्ष और आज भी सत्ता पक्ष के नेताओं ने 2008 के मुंबई के हमलों का जिक्र किया, बार बार कहा कि मनमोहन सिंह जी की सरकार ने कुछ नहीं किया. ये तो जानकारी होगी ना कि उसी समय जब वो आतंकवादी हमला चल रहा था तभी उन आतंकवादियों को मार डाला था. एक बचा था और उसको भी फांसी दे दी थी 2012 में. महाराष्ट्र के मुख्यमंत्री ने इस्तीफा दिया. देश के गृह मंत्री ने जिम्मेदारी लेकर इस्तीफा दिया. एक जवाबदेही थी पब्लिक के प्रति, एक जवाबदेही थी इस देश की जनता के प्रति, इस देश की धरती के प्रति. സംസാരിക്കുന്നതിനിടെ ഒഴിഞ്ഞ BJP മന്ത്രിമാരുടെ ഇരിപ്പിടങ്ങൾ ചൂണ്ടിക്കാട്ടി തമാശ പറയാനും പ്രിയങ്ക സമയം കണ്ടെത്തി. इस महत्वपूर्ण मुद्दे पर आपने मुझे बोलने का मौका दिया. अलग बात है कि सत्ता पक्ष के लोग सब मेरे बोलने से पहले ही भाग गए. आइए, आपको देख के मैं खुश थी कि आप वापस आ गए. പ്രിയങ്കയുടെ പാർലമെന്റിലെ പ്രസംഗമാണ് സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ ട്രെൻഡ്. ഒരിടക്കാലത്തിനു ശേഷം പ്രതിപക്ഷം നടത്തിയ മികച്ച പ്രസംഗം എന്ന തരത്തിൽ ഉൾപ്പെടെ പോസ്റ്റുകൾ വരുന്നുണ്ട്.